പക്ഷെ അങ്കിളും വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കണേ. കാരണം നമ്മുടെ ഈ ഒരു സബ് ഡിവിഷന്റെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് DYSP സാർ ബെന്നി സാറാണ് നിങ്ങൾക്ക് അവരുടെ ഇടയിൽ നിന്ന് വളർന്നു വരുന്ന യുവാക്കൾക്ക് അതേമാതിരി കൗമാരപ്രായക്കാർക്കും പ്രത്യേക ട്രെയിനിങ് കൊടുത്തിട്ട് അത് ഫിസിക്കലായിട്ടും അതുപോലെ അവർക്ക് വേണ്ട മറ്റുള്ള അറിവുകൾ ക്ലാസ്സുകളൊക്കെ കൊടുത്തിട്ട് ഈ ഒരു സമ്മാനത്തിനോ ഒരു പാട്ടിനോ ഇതിനൊന്നുമല്ല ഒരുപാട് ഏറ്റവും കൂടുതൽ ഡോപ്പമിനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞ ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ സാധിക്കുന്നത് ഇതിനൊന്നുമല്ല. അത് 3 കാര്യമാണെന്ന് പറയുന്നു. ആ 3 കാര്യത്തിൽ ഞാൻ സിമ്പിളായിട്ട് ലഘുവായിട്ട് പറഞ്ഞു പോവാണ്. ഫസ്റ്റ് പറയുന്നത് ഗാംബ്ലിംഗ് എന്നാണ്. രക്ഷിതാക്കളും കൂടി ഇല്ലോണ്ടാ ഗാംബ്ലിംഗ്. ഗാംബ്ലിംഗ് എന്ന് പറയുമ്പോൾ ചൂതാട്ടം ചീട്ടുകളി എന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്ന പകിട 12 മാത്രമല്ല. അതിൽ തന്നെയാണ് നമ്മുടെ മനഃശാസ്ത്രജ്ഞന്മാർ ഈ സാധനം കൊണ്ടുപോയിട്ട് ചേർത്തിരിക്കണേ. അതിലിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ഒരുപാട് ഡോപ്പമിനെ സബ്സ്റ്റാൻഷ്യ നിഗ്രയിൽ നിന്ന് ന്യൂക്ലിയസ് അക്യുപൻസിയിലേക്ക് കൊണ്ടുപോയി കയറ്റാൻ ആ ഒരു സാധനത്തിന് അതിലുള്ള പ്രവർത്തനങ്ങൾക്ക് സാധിക്കുന്നു. അതിൽ വരുന്ന ഗെയിംസുകൾ, അതാണ് കുട്ടികൾ അതിൽ അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ പലപ്പോഴും തിരിച്ചു പോരാൻ പറ്റാത്ത അവസ്ഥ, ഭ്രാന്ത് പോലെ വരുന്നത് അതുകൊണ്ടാണ് പറയുന്നത്. മൊബൈൽ ഫോൺ രണ്ടാമത്തെ സ്ഥാനം മാത്രമാണ് ഡ്രഗ്സിനുള്ളത്. അറിയാലോ, ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ചില ചേട്ടന്മാരൊക്കെ പോണ വഴിയിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കാണും. ചില ചേട്ടന്മാരൊക്കെ വലിയതിലിങ്ങനെ ഷുഗർത്തൊക്കെ ഇങ്ങനെ വലിച്ചു നിൽക്കണം കാണും അല്ലേ? കാണുമ്പോൾ നിങ്ങൾ പറയണം മനസ്സിൽ, അയ്യോ കഷ്ടം, ആ അങ്കിള് സിഗരറ്റ് വലിക്കുന്ന കണ്ടില്ലേ, ആ അങ്കിൾക്ക് ഇപ്പൊ അസുഖം വരുമല്ലോ എന്ന് നമ്മുടെ മനസ്സിൽ പറയണം. ഡ്രഗ്സില് ഈ സിഗരറ്റ് മാത്രമല്ല വേറൊരു കാര്യങ്ങൾ അതിനെപ്പറ്റിയൊന്നും ഞാൻ മക്കളോട് പറഞ്ഞു തരില്ല. നമുക്ക് പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ട്. അത് ഒരുപാട് ഡോപ്പമിനെ കൊണ്ടുപോയി അതിലേക്ക് കയറ്റുന്നു എന്ന് പറയുന്നു. ഞാൻ പറയുന്നത് ആ ഡോപ്പമിന്റെ അളവ് ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന നമ്മളെ രക്ഷിതാക്കളെ ആ ഒരു എത്ര അളവാണ് നമ്മുടെ ബ്രെയിനകത്തുള്ളത് അതിനോട് ഒരുപാട് കൂടുതലാണ് ഈ പുതിയ തലമുറയ്ക്കുള്ളത്. രക്ഷിതാക്കൾ മനസ്സിലാക്കാനാണ്. അതായത് ഏകദേശം 1300 ക്യൂബിക് സെന്റിമീറ്റർ, അതായത് അതിന്റെ പ്രോസസിങ് വോളിയം 1300 എന്ന കണക്കിലാണെങ്കിൽ ഇവർക്കത് 1800 ആണ് അത്രേ. ആ വ്യത്യാസം ഉണ്ട്, യാതൊരു സംശയമില്ല. ആ വ്യത്യാസം ഇവർക്കുണ്ട്. ഉണ്ടാകുമ്പോ നമ്മൾ വളർന്നു വന്ന ആ പ്രായത്തിലുള്ള മക്കളല്ല ഇവര്. അതിനനുസരിച്ച് ഹൈപ്പർ ആക്റ്റീവ് ആവും. ഈ ഹൈപ്പർ ആക്റ്റീവ് ആവുമ്പോൾ ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ചില സമയത്ത് അത് ഗുണമില്ലാത്തൊരവസ്ഥയിൽ അതൊരു ഡിസോർഡർ ആയിട്ട് മാറും. അതായത് ചീത്ത കാര്യങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടി നോക്കി നിൽക്കും, നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാവില്ല. ഒരാൾ സിഗരറ്റ് വലിച്ചു നിൽക്കുകയാണെങ്കിൽ അത് വളരെ ക്ലീനായിട്ട് അവരിങ്ങനെ വിട്ടുനിന്ന് ഒബ്സർവ് ചെയ്യും. ആ സിഗരറ്റ് വലിച്ചെറിഞ്ഞാൽ ചിലപ്പോൾ അയാൾ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എടുത്തിട്ട് മെല്ലെ ഒന്ന് വലിക്കാൻ നോക്കും ചില കുട്ടികൾ. ചീത്ത കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ, നല്ല കാര്യങ്ങളിലേക്ക് ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ള ഈ മക്കളെ ഇതുപോലെയുള്ള ഫിസിക്കൽ, ഇങ്ങനെയുള്ള കരാട്ടെ, അതുപോലെ കുൻഫു പോലെയുള്ള ഇങ്ങനത്തെ കായിക അഭ്യാസങ്ങളിലേക്ക് തിരിച്ചു വിടുമ്പോൾ ഈ ഡോപ്പമിനെ ചാനലൈസ് ചെയ്യാൻ സാധിക്കുന്നു എന്നും വേറെ ഏതെങ്കിലും വഴിക്ക് നമ്മൾ തിരിച്ചുവിടുക. സ്പോർട്സിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള കലകളിലേക്കോ പഠിത്തത്തിലേക്കോ തിരിച്ച് വിടണം. അവരെ വേണ്ട വിധത്തിൽ ഹാൻഡിൽ ചെയ്യണം. അതല്ലാതെ അവര് ഇതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ മക്കളോട് പറയാനുള്ളത് എന്തായി കുഞ്ഞുങ്ങളോട് പറയാന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ള ചേട്ടന്മാരെ കാണാറില്ലേ നിങ്ങൾ സിഗരറ്റ് വലിച്ചു നിൽക്കണേ? അങ്ങനെയുള്ളത് ഉണ്ടാവും. ചിലവര് എന്തൊക്കെ കയ്യിൽ ഉരുട്ടിട്ട് ഇങ്ങനെ അതിൽ കുഞ്ഞിനകത്തൊക്കെ വെക്കുന്നത് കാണും. പക്ഷെ ഇത് ഓർത്തോളൂ, ഈ വക കാര്യങ്ങൾ അവസാനം ആ ചേട്ടന്മാരെ കൊണ്ടുപോകുന്നത് അതിലും വലിയ 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 ലഹരികളിലേക്ക് കൊണ്ടുപോകും. കാരണം ഈ സുഖം കിട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും വേണം എന്ന് നമ്മുടെ തലച്ചോറ് ആവശ്യപ്പെടുമ്പോൾ അത് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും, ഭ്രാന്ത് വരും. വലിയ വലിയ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഭ്രാന്ത് കാണിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്. നിങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത് ഒരു എക്സൈസിന്റെ ഓഫീസ് ഉണ്ട്. ഇതിന്റെ അപ്പുറത്ത് അവിടെ ഒരു ലോക്കപ്പ് ഉണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ സിനിമയിലെ കണ്ടിട്ടുണ്ടാവും. എങ്കിലും നിങ്ങൾക്ക് എന്താണ് ഈ ലോക്കപ്പ് മുറികളെന്ന് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ എപ്പോഴേലും കൊണ്ടുപോയിട്ട് ഒരു പർമിഷമായിട്ട് കാണിച്ചു തരാം. ഈ എന്തെങ്കിലും കേസിലൊക്കെ പിടിക്കുന്ന ആൾക്കാരെ കൊണ്ടുപോയിടുന്ന ജയിൽ പോലത്തെ ഒരു സാധനം ഉണ്ട്. ഇതിൽ ഒരാളെ ഞങ്ങൾ കൊണ്ടുപോയിട്ടപ്പോ നിങ്ങൾ കേൾക്കാനുണ്ടോ? ഒരു ചങ്ങാതിനെ വേണ്ടാത്തൊരു കാര്യം അയാളുടെ കയ്യിൽ നിന്ന് ഒരുപാട് മയക്കുമരുന്ന് കിട്ടി, അയാളെ കൊണ്ടുപോയി അതിനകത്തിട്ടു. ഇട്ടിട്ട് ഈ ആള് ആ ലോക്കപ്പിന്റെ മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്തുണ്ടായ സംഭവമാണ്. അന്ന് അങ്കിൾ ഇവിടെ വർക്ക് ചെയ്യണേ.
ഇരിക്കുകയാണ്, പാവാണ്, സാധുവാണ്. പക്ഷേ എപ്പോഴോ ഒരു ലഹരി മരുന്ന് ചില ചേട്ടന്മാർക്ക് നിർബന്ധിക്കടാ, സുന്ദരി വെച്ച് നോക്കടാ എന്നൊക്കെ പറയും. ചില മിഠായി, നമുക്ക് അറിയാത്ത ആൾക്കാർ ചില മിഠായി ഒക്കെ തരും. നമ്മുടെ അച്ഛനും അമ്മയും ഉമ്മയും ഉപ്പയൊക്കെ തരുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ കഴിച്ചാൽ മതി. പുറത്തുനിന്ന് ആരെങ്കിലും തരുമ്പോൾ അത് വാങ്ങരുത്, കഴിക്കരുത് എന്ന് പറയാൻ കൂടി പറഞ്ഞു. ആ മിഠായിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള ലഹരി മരുന്നുകൾ ഉണ്ടാവാം. അത് 2 പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ 3ാമത്തെ പ്രാവശ്യം അത് വേണം എന്ന് തോന്നും. അത് വീണ്ടും അയാളുടെ അടുത്ത് നമ്മൾ പോയി ചോദിക്കും, മേടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ. അതുപോലെ വലിയൊരു ലഹരി മരുന്നായിട്ട് ഒരാളതിൽ കൊണ്ടുപോയിട്ടു. ആള് ലോകപ്പിനകത്ത് കിടക്കുകയാണ്, വളരെ സാധുവാണ്, എപ്പോഴും അടിമപ്പെട്ടു പോയി. വീട്ടില് വല്ലാത്ത അവസ്ഥയായിരുന്നു. വീട്ടില് വല്ലാത്ത ഒരു മാനസികമായിട്ട് വീട്ടിലെപ്പോഴും കച്ചറ, പ്രശ്നം. ഇത് കണ്ട് വളർന്നു വന്നിട്ട് അവന്റെ മനസ്സാകെ അലങ്കോലപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഒരു സുഹൃത്ത് പറയണത്, ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നീ എന്തിനാ ടെൻഷൻ അടിക്കണ, ഒരെണ്ണം പിടിപ്പിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തതാ. എനിക്ക് തരാ, ഒരെണ്ണം പിടിപ്പിക്കടാ എന്ന് പറഞ്ഞ് തരും, കഴിച്ചോ കുഴപ്പമില്ല. അയ്യോ എന്റെ അമ്മയോട് പറഞ്ഞ എന്റെ ഉമ്മ അറിഞ്ഞാല് ചീത്ത പറയും. ഓ നിന്റെ ഉമ്മ എവിടെ അറിയണേ എന്നൊക്കെ പറയും. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? ഞങ്ങളെ ഉമ്മ അറിയാത്തൊരു കാര്യം, എന്റെ അമ്മ അറിയാത്തൊരു കാര്യം എനിക്ക് വേണ്ട, എന്റെ അമ്മയോട് ചോദിച്ചിട്ട് ഞാൻ മേടിച്ചോളാം എന്ന് പറയണം. അത് പറയാൻ, നോ പറയാനുള്ള ധൈര്യങ്ങൾ ഉണ്ടാക്കണം. ആ ധൈര്യത്തിന് വേണ്ടി നിങ്ങൾ ഈ പഠിക്കുന്ന ആയോധന കലയും പിന്നെയും നമ്മളോട് സ്ട്രോങ് ആയിട്ട് പറയുകയാണെങ്കിൽ മോനെ അത് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം അത് നിങ്ങൾക്ക് ഈ അഭ്യാസങ്ങളിലൂടെ കിട്ടണം. വേണ്ടേ? കിട്ടണം. എന്തായാലും അങ്ങനെ നിർബന്ധിച്ചു. അപ്പൊ പറയുമ്പോ പറയും എനിക്ക് വേണ്ട, എന്റെ അമ്മ അറിയുമെന്ന് പറയുമ്പോ അമ്മയ്ക്ക് എവിടെ അറിയാൻ പോകണ്ട, ഇത് അമ്മയെന്ന് അറിയില്ല, മണമില്ല, ഇതെന്നെ പിടിപ്പിച്ചോ, എല്ലാ ടെൻഷനും മാറും എന്ന് പറയുമ്പോ അവൻ അയ്യോ വേണോ വേണ്ടേ അപ്പോഴും പറയും എനിക്ക് വേണ്ട. അവസാനം ആൺകുട്ടികളാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്, ഇവന്മാരുടെ ചോദ്യമുണ്ട്, നീയൊക്കെ എന്താണ്, നീയൊക്കെ ആണാണോടാ എന്നൊരു ചോദ്യമുണ്ട്. അത് ചോദിച്ചാൽ അവിടെ കിടക്കും, വീണു. ആണാണോ ചോദിച്ചാല് അതിൽ വീഴും. ആണത്തത്തിലിട്ടിട്ട് ഒന്ന് ചോദ്യം ചോദിച്ചാൽ അതിന് ചോദ്യം ചെയ്താൽ അപ്പൊ വീഴും എന്നുള്ളത് സത്യമാണ്. അപ്പൊ ഞാൻ ആണാണല്ലോ എന്ന് തെളിയിക്കാൻ വേണ്ടി ചിലവര് ഇത് ഉപയോഗിക്കും. ഏതായാലും ഈ ആളെ കൊണ്ടേയിട്ടു. ആള് ലോകപ്പിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്, പാവാണ്, സാധുവാണ്. ഇത് ഉപയോഗിച്ചു, ശീലിച്ചു, അത് വിൽപ്പന തുടങ്ങി. അപ്പോ ഞങ്ങൾ പിടിച്ചു. ഈ സാധു പറഞ്ഞ ആള് ഈ സമയം, ഇപ്പത്തെ സമയം ഇതാണ് സമയം, എനിക്ക് ഓർമ്മയുണ്ട്. ഈ സമയമായപ്പോ ഈ ലോകപ്പിനകത്ത് ചാടി എണീറ്റിട്ട് ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ ഉറക്കം വിളിച്ചു. സാറേ ഉറക്കം വിളിക്കുന്നു. ഞങ്ങൾ പെട്ടെന്ന് ഇവന്റെ ഈ ഒരു ശബ്ദമാറ്റം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ സാറേ എനിക്ക് വേണം, എനിക്കൊരു പഫ് വേണം, സാധനം ചോദിക്കുകയാണ്. ഞങ്ങളവരെ പോയി കിടക്കണ അവിടെ എക്സൈസ് ഓഫീസിലാണ് പഠിക്കണേ ചോദിച്ചപ്പോ ഞങ്ങളത് പേടിപ്പിച്ചപ്പോ അവൻ പോയിട്ട് അവിടെ കിടന്നു. പക്ഷെ അവൻ എണീറ്റിട്ട് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, എനിക്ക് തരാൻ പറ്റൂലല്ലേ, എനിക്ക് ഞാൻ കാണിച്ചു തരാം, എനിക്കൊരു പഫ് തരാൻ പറ്റില്ലല്ലേ, നിനക്ക് പണി ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ഈ ലോക്കപ്പിന്റെ ഇരുമ്പിന്റെ കമ്പി ഇങ്ങനെ കുത്തനെ കമ്പികളുണ്ട്, ക്രോസിൽ പട്ടകളുണ്ട്. ആ കമ്പിയിൽ 2 കൈ കൊണ്ട് പിടിച്ചു. കമ്പിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ നെറ്റി, ഈ തല ശക്തമായിട്ട് ക്രോസിലുള്ള പട്ടയിൽ അടിക്കാൻ തുടങ്ങി. അടിച്ച് നെറ്റി പൊട്ടിയിട്ട് രക്തം ഒഴുകുന്നു, മുഖത്തൂടെ ഒഴുകുന്നു. ഞങ്ങൾ അവരെ ലോകത്തിനകത്ത് പെട്ടെന്ന് ഞങ്ങളിത് ഈ ധൃതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തുറന്നാലും കിട്ടില്ല. അങ്ങനെ ആകെ പ്രശ്നം. പെട്ടെന്ന് തുറന്ന് അകത്ത് കയറുമ്പോഴേക്കും അവൻ ആ പിടിവിട്ട് പുറകില് ചുമലിനടിച്ചു, താഴെ വീണു, അവിടുന്ന് എണീറ്റു, ശരീരമാസങ്ങളെ മാന്തി പൊളിക്കാണ്. ഞങ്ങൾ അകത്ത് കയറിയിട്ട് അവന്റെ കൈയും കാലും പിടിച്ചിട്ട് ഈ വിലങ്ങ് കണ്ടിട്ടുണ്ടോ സിനിമയില്? കയ്യിലിങ്ങനെ ഇട്ടിട്ട് കൊണ്ടുപോകണം കാണല്ലേ വിലങ്ങ്. ആ വിലങ്ങ് ഈ കൈ പുറകോട്ട് വെച്ച് കയ്യിലിട്ട് കാലിലിട്ട് ഈ ജീപ്പിൽ കയറ്റിയിട്ട് ഈ നമ്മുടെ കുറ്റിപ്പുറം നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അന്ന് കൊണ്ടുപോയി ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്തു. അവൻ നോർമലായി. ഇവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്തു. ഡോക്ടർ പറഞ്ഞ് 2 മണിക്കൂർ ഒബ്സർവേഷൻ ഇട്ട് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. ഞങ്ങള് 2 മണിക്കൂർ കഴിഞ്ഞ് കൊണ്ടുവരാൻ വേണ്ടി പോരുമ്പോ ചോദിച്ചു, അല്ല ഡോക്ടറെ, ഇവൻ വല്ലാത്ത ഭ്രാന്താണ് കാണിച്ചത്, ഇതുപോലെ ഭ്രാന്ത് ഇനിയും കാണിക്കുമോ? ജീപ്പ് എടുത്ത് ചാടുക, നാളെ വടകര കോടതി കൊണ്ടുപോകണം, വടകര കോടതിയാണ്. ആ കോടതി കൊണ്ടുപോകുമ്പോൾ ജീപ്പ് എടുത്ത് ചാടുക, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ജഡ്ജിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇതുപോലത്തെ ഭ്രാന്ത് കാണിച്ച് എന്താ ചെയ്യുക? അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുപോക്കോ, ഇനി 24 മണിക്കൂർ നേരത്തിന് അവൻ ഭ്രാന്ത് കാണിക്കില്ല. അത് മാനേജ് ചെയ്യാനുള്ള മരുന്നാണ് അവന് ഇഞ്ചക്ഷൻ ചെയ്തു. അതായത് ഇത് വിത്ഡ്രോവൽ സിംറ്റം ആണ്. രക്ഷിതാക്കൾ കേൾക്കാനാ പറയണം, മക്കൾക്ക് അത് മനസ്സിലാവില്ല. വിത്ഡ്രോവൽ സിംറ്റം എന്ന് പറയുന്നത് ലഹരി ഉപയോഗിക്കുന്ന ഒരാള് അത് ഉപയോഗിക്കുന്ന സമയത്ത്, സാധാരണ ഉപയോഗിക്കുന്ന സമയമുണ്ട്, ആ സമയത്ത് അത് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ അല്ലെങ്കിൽ കിട്ടാതെ വരുമ്പോൾ ഇതുപോലെ ഭ്രാന്ത് കാണിക്കും. അത് എല്ലാ ലഹരി മരുന്നും ഇപ്പോൾ ബീഡിക്കും സിഗരറ്റിനും ഇതുപോലെ ഭ്രാന്തൊന്നും കാണിക്കില്ല. ബീഡി സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ ഇതുപോലെ ഒരു സദസ്സിലിരിക്കുകയാണ്, ഇതിനിടയിൽ 2 ബീഡി വലിക്കേണ്ട 2 സിഗരറ്റ് വലിക്കേണ്ട സമയം കഴിഞ്ഞു, ആകെ ഒരു അസ്വസ്ഥത വരും, ഇത് വലിക്കാൻ പറ്റണില്ല, ആകെ ദേഷ്യമൊക്കെ വരും, തലവേദനയൊക്കെ വരും.
ഭ്രാന്തൊന്നും വരില്ല. മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ രാവിലെ ഇത് കഴിച്ചില്ലെങ്കിൽ കയ്യും കാലം വിറയ്ക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. വിറക്കി കൈയും കാലം വിറച്ചിട്ട് അടിച്ചാലേ വെള്ളം മാറുള്ളൂ. വിഡ്രോവൽ സിംറ്റമാണ് അത്. എത്ര വലിയവനായാലും ചെറിയവനായാലും കണക്കാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് എന്റെ ഡിപ്പാർട്ട്മെന്റിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പറയല്ല. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എക്സൈസിലൊക്കെ പഴയ കാലത്ത് ഒരുപാട് മദ്യപിക്കുന്നവരുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ വളരെ ഒരു 90% ആൾക്കാരും മദ്യപിക്കാത്തവരാണ്. 10% ഉണ്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. കാരണം അത് എല്ലാ സമൂഹത്തിലും ഉണ്ട്. അതുപോലെ എന്റെ ഓഫീസിലുണ്ടായിരുന്ന ഒരു ഇൻസ്പെക്ടർ, ഞാനത് വീണ്ടും പറയാം, അത് മുഴുവൻ പറയുന്നത് എനിക്ക് മനസ്സിലാവും. എന്റെ ഓഫീസറെ അപകീർത്തിപ്പെടുത്താനല്ല പറയണേ. ഈ സാറ് രാവിലെ 2 അടിച്ചിട്ടാണ് വരിക. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് എണീറ്റ് നിൽക്കാൻ വയ്യ. മേഡം എനിക്ക് പറയാണ്, ഇത് കഴിച്ചില്ലെങ്കിൽ എണീറ്റ് നിൽക്കാൻ വയ്യ. എന്നിട്ട് ഇവിടെ വന്നിരിക്കും. ഞങ്ങളുടെ ഇടയിലെ വന്നിരിക്കുക. അദ്ദേഹത്തിന്റെ ക്യാബിനല്ല. അപ്പൊ രാവിലെ 8 മണിക്ക് വരണം ഡ്യൂട്ടിക്ക്. 8 മണിക്ക് വരുന്നതിനെ കണക്കുള്ളൂ, പോണതിനെ കണക്കില്ല. ഓടുന്നപ്പോഴെന്ന് പറയാൻ പറ്റില്ല. രാത്രി 12-1 മണിയാവും. വരുന്നതിന് കണക്കുണ്ട് 8 മണിയാണ്. അപ്പൊ 8 മണി എന്നുള്ളത് നമ്മള് ചിലപ്പോൾ 9 മണിയൊക്കെ ആയിട്ട് രാവിലെ പണിയൊന്നും ധൃതിയായിട്ടുള്ള പണിയൊന്നും ഇല്ല എന്നറിഞ്ഞ ഒരു 9 മണിക്ക് വന്ന് നേരത്തെ സാറെ കണ്ട പോലെ ചെന്നിട്ട് നല്ലൊരു സല്യൂട്ടർ കൊടുക്കും. അത് നല്ലൊരു സല്യൂട്ട് കിട്ടി 1 മണിക്കൂർ തന്നെ അടിയിൽ പോരും. ഒരു സല്യൂട്ട് കൊണ്ട് 1 മണിക്കൂർ പോരും. നല്ലൊരു സല്യൂട്ടിന് ഒരു ലീവ് ഗ്രാൻഡ് ചെയ്യാനുള്ള ബലണ്ട് എന്ന് പറയാം. കാരണം ഒരു ലീവ് പോയി ചോദിച്ചാലേ സാറേ എനിക്ക് ലീവ് വേണം എന്ന് പറഞ്ഞാൽ ലീവൊന്നും തരാൻ പറ്റില്ല, നാളെ ഇവിടെ ആളില്ല, ലീവൊന്നും തരാൻ പറ്റില്ല. ശരി സാറേ വേണ്ട എന്ന് പറഞ്ഞ് സങ്കടത്തോട് നല്ലൊരു സല്യൂട്ടിന് കൊടുത്താൽ നമ്മളാണ് തിരിഞ്ഞു പോകും. പറയും അല്ല ഗണേശൻ ഇവിടെ വാ ചോദിക്കുകയാണ്, നാളെ എന്താ പ്രശ്നം, അത്യാവശ്യമാണോ എന്നാ പൊക്കോ. ഒരു ലീവ് വീഴും ഒരു സല്യൂട്ടിന്. അപ്പൊ ഈ സല്യൂട്ട് ചെയ്തിട്ട് അദ്ദേഹം സല്യൂട്ട് മടക്കും. സല്യൂട്ട് മടക്കിയിട്ട് ഞങ്ങൾ പോയിട്ട് ഒരു കുറച്ച് കഴിയുമ്പോഴാണ് ഓർമ്മ വരിക. ഇതിപ്പോ സമയം എപ്പോഴാ വന്നു, 9 മണിക്കോ. അപ്പൊ വിളിക്കേ ഇവിടെ വാടേ പറഞ്ഞ് വിളിക്കും. ഇവിടെ ഉണ്ടായിരുന്ന ആളെ കുറിച്ച് ഞാൻ പറയും കേട്ടോ. ഞാൻ വീണ്ടും പറയാം, അപകീർത്തിപ്പെടുത്താൻ പറയുന്നത് മുഴുവൻ പറയാൻ മനസ്സിലാവും. ഇവിടെ ഉണ്ടായിരുന്ന ഒരാളെ കുറിച്ചാണ് പറയണേ. ഇവിടെ വാടേ നീ എപ്പോഴാ കയറി വന്നേ, ഈ തോന്നുമ്പോ കയറി വരുന്നത് ചന്തയാണോ എന്നൊക്കെ ചോദിക്കും. ഈ ആളോട് നമ്മുടെ വളാഞ്ചേരി MES ഹയർ സെക്കൻഡറി സ്കൂൾ അറിയാലോ, അവിടെ വലിയൊരു ആന്റി നാർക്കോട്ടിക് ക്ലബിന്റെ വലിയൊരു പ്രോഗ്രാം നടക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്, ലഹരി വിരുദ്ധ ക്ലബിന്റെ. അതിന് ഉദ്ഘാടനം ചെയ്യാൻ തിരുവനന്തപുരത്തെ ഞങ്ങളുടെ CI ആണ് വരേണ്ടത്. പക്ഷെ അദ്ദേഹത്തിന് എന്തോ ഒരു മിനിസ്റ്റർ വരേണ്ടത് നമുക്ക് വരാൻ പറ്റിയില്ല. അപ്പോ ഈ ഇൻസ്പെക്ടർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഉദ്ഘാടനം ചെയ്യണം. രാവിലെ 2 അടിച്ചിരിക്കുക. എന്നോട് പറഞ്ഞു എന്നോട് ഉദ്ഘാടനം ചെയ്യാനേ. ഞാൻ 2 അടിച്ചിട്ടായിരിക്കില്ല, ഞാൻ പോയിട്ട് ലഹരി വിരുദ്ധ ക്ലബാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു സാറേ CI പറഞ്ഞതല്ലേ, കേൾക്കണ്ടേ, അനുസരിക്കണ്ടേ. സാറ് കാര്യം ചെയ്യും, യൂണിഫോം ഇട്ടിട്ട് വാ, അവിടെ വന്നിട്ട് ഒന്നും വായ തുറക്കരുത്. വായ തുറത്ത അടിച്ചതിന്റെ മണം പുറത്തേക്ക് വരുമല്ലോ. അപ്പൊ കുട്ടികളൊക്കെ കേൾക്കൂലേ, ഇന്നത്തെ മിടുക്കന്മാര് കേൾക്കൂലേ, അറിയില്ല. അത് എന്തായാലും മോശപ്പെട്ട മണം. അത് ശരി, ഈ സാറ് മദ്യപിച്ചിട്ടാണ് എനിക്ക് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നില്ലേ അത് നിങ്ങൾ ചോദിക്കും. നിങ്ങൾ ആദ്യം നല്ല ഒന്നാന്തരം മിടുക്കന്മാരുമാണ് ചോദിക്കും. അപ്പൊ ഞാൻ സാറോട് പറഞ്ഞു വായ തുറക്കരുത്, അവിടെ മിണ്ടാതെ പോയി ഇരുന്നാൽ മതി, ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. യൂണിഫോം ഇട്ട് 2 നക്ഷത്രമൊക്കെ വെച്ച് അവിടെ വന്നിരുന്നു. അതിന്റെ പുറത്ത് ഞാനിരുന്നു, അതിന്റെ പുറത്ത് പ്രിൻസിപ്പാൾ, അതിന്റെ പുറത്ത് പിന്നെ PTA പ്രസിഡന്റ്, അതിന്റെ പുറത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കുകയാണ്. പക്ഷേ ആ മണം അവിടെ നിന്നോട്ട് അടിക്കുന്നുണ്ട്. പ്രിൻസിപ്പാൾ എന്നോട് ചോദിച്ചു, അല്ല ഗണേശൻ ഇത് എന്ത് പരിപാടിയാണോ, ഈ കോലത്തിലാണോ ഇയാള് എന്നിട്ട് കൊടുത്തിരിക്കണേ? എന്റെ മക്കൾക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കണേ, അവിടെ ഈ കോലത്തിലാണ് അയാൾ വന്നിരിക്കണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അബദ്ധം പറ്റിയതാണ്, ഒന്നും പറയരുത്. അദ്ദേഹം ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചാൽ മതി, അദ്ദേഹം ഒന്നും വിട്ടില്ല, അവിടെ ഇരിക്കുകയും ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഉദ്ഘാടന സമയത്ത് ഉദ്ഘാടനം ചെയ്യാൻ മിസ്റ്റർ ഗണേശനെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡീൽ ഉറപ്പിച്ചതല്ലേ, കരാർ ഉറപ്പിച്ചതല്ലേ, ഞാൻ വേഗം ചാടി എണീറ്റു. പക്ഷേ നമ്മുടെ സാറ് ആ കരാറൊക്കെ മറന്നു. കാരണം ഈ തലമുള്ളിലത്ത് കയറിയാൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, ലഹരി മരുന്ന് കയറിയാല് പറഞ്ഞതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇദ്ദേഹം ഈ കാര്യമൊക്കെ മറന്നു. എന്നോട് എന്റെ കാലിൽ കണ്ടിട്ട് ഇവിടെ ഇരിക്കണ, അവിടെ നീ ഇൻസ്പെക്ടർ, ഞാനും ഇൻസ്പെക്ടർ, ഞാൻ ഉദ്ഘാടനം ചെയ്യും, തലയിരിക്കുമ്പോ ആരാണെന്ന് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറ് ഉദ്ഘാടനം ചെയ്യും, എന്റെ പണി പോയി അദ്ദേഹത്തിന്റെ പണിയും പോയി എന്ന് ഉറപ്പിച്ചു. കാരണം ഇത് ചാനലിൽ മുഴുവൻ വരും, ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആരെയും വിശ്വസിക്കുമോ? ആ പത്രത്തിലൊക്കെ വരും, ഇതാ മദ്യപിച്ച് മതോന്മത്തരായ 2 എക്സൈസുകാര്. അദ്ദേഹം എന്തൊക്കെയാണ് ഈ മൈക്കിനുള്ളിലൂടെ പറയാന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇങ്ങനെ തല കുറിച്ചിരുന്നു, ദൈവമേ എന്റെ ജോലി കളയല്ലേ, എനിക്ക് എന്റെ മക്കൾക്കും ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ലെന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇദ്ദേഹം മൈക്കിന്റെ മുന്നിൽ വന്നിട്ട് 4 സെന്റൻസേ പറഞ്ഞുള്ളൂ. 500-ലധികം കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്. ആ കുട്ടികളോട് ഈ മൈക്കിലൂടെ അദ്ദേഹം പറഞ്ഞു, എന്റെ പൊന്നുമക്കളെ, മദ്യപാനത്തിന്റെ ദുരന്ത സാക്ഷിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഞാൻ. അദ്ദേഹം പറയാം മൈക്കിലൂടെ. നിങ്ങൾക്കറിയോ, രാവിലെ 2 പെഗ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് എണീറ്റ് നിൽക്കാൻ വയ്യ, എന്റെ കൈ കാലം വിറയ്ക്കും.
നിങ്ങളുടെ പ്രായത്തിൽ തുടങ്ങിയതാ, ഒരു തമാശയ്ക്ക് തുടങ്ങിയതാ. ഒരു നിമിഷ നേരം നിശബ്ദനായിട്ട് അദ്ദേഹം പറഞ്ഞു, കൂടി വന്നാൽ 6 മാസമേ ഞാൻ ജീവിച്ചിരിക്കൂ, അതുവരെ എനിക്ക് ആയുസുള്ളൂ എന്ന് എനിക്കറിയാം. എന്നെ പോലെ ഒരിക്കലും നിങ്ങൾ ആവരുത് മക്കളെ, എന്നെ പോലെ ഒരിക്കലും നിങ്ങൾ ആവരുത്. ഇതാ ഈ ലഹരി വിരുദ്ധ ക്ലബ്ബ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്ത എന്റെ പ്രിയപ്പെട്ട ഇവിടെ ഉണ്ടായിരുന്ന എന്റെ പ്രിയപ്പെട്ട ഇൻസ്പെക്ടർ 6 മാസം പോയിട്ട് 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പട്രോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീപ്പിൽ നിന്ന് ഛർദ്ദിച്ചു. പെട്ടെന്ന് ഛർദ്ദി വന്നു, ഛർദ്ദിച്ചപ്പോ അത് രക്തമായിരുന്നു, ചോരയായിരുന്നു. നേരെ കോട്ടക്കൽ വിംസ് കൊണ്ടുപോയി, അവിടുന്ന് കോഴിക്കോട് കൊണ്ടുപോയി. പിറ്റേ ദിവസം ICUവിൽ കയറി കാണാൻ വേണ്ടി എനിക്ക് അവസരം കിട്ടിയപ്പോൾ ഞാൻ കയറി കാണുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട്, നല്ല ഓർമ്മയുണ്ട്, ബോധത്തിനൊന്നും കുഴപ്പമില്ല, വിളിച്ചിട്ട് പറഞ്ഞു, ഗണേഷ് ഇവിടെ വാ, പറയട്ടെ. കുഴപ്പമൊന്നുമില്ലടാ, കരള് പോയതാ. അദ്ദേഹം പറയാ, ലാഘവത്തോടു കൂടി പറയാ, കരള് പോയതാ, കഴിഞ്ഞു. അപ്പോഴേക്ക് കണ്ണിന്ന് വെള്ളം വരാൻ പറഞ്ഞു. കഴിഞ്ഞു. എനിക്ക് സങ്കടമൊന്നുമില്ല, പക്ഷെ എന്റെ മോൾക്ക് 5 വയസ്സായിട്ടുള്ളൂ, മോൾക്ക് ഞാനേ ഉള്ളൂ, അതാണ് എന്റെ സങ്കടം. ഞാൻ പോയ എന്റെ മോൾക്ക് ആരുണ്ടാവുമെന്ന് എനിക്കറിയില്ല. നീ എല്ലാ സ്കൂളിലും പോണതല്ലേ, എല്ലാ മക്കളുടെ മുന്നിലും പോണതല്ലേ, അവരോട് നീ പറയണം, എന്നെ പോലെ ഒരിക്കലും നിങ്ങൾ ആവരുത് എന്ന് നീ അവരോട് പറയണം. ഒരിക്കൽ പോലും ഒരു ലഹരിയും തൊട്ടു പോകരുത് എന്ന് നീ അവരോട് പറയണം എന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഇൻസ്പെക്ടർ പിറ്റേ ദിവസം മരിച്ചു. ഈ ഓഫീസിലുണ്ടായിരുന്ന ആളാ. അത് ഇൻസ്പെക്ടർ ആണെന്ന് വിചാരിച്ചിട്ട് വരാതിരിക്കില്ല, സാധാരണക്കാരനെ വെച്ചിട്ട് വരാൻ, IAS കാരനെ വെച്ച് വരാതിരിക്കില്ല, ആർക്കും വരാം. വിത്ഡ്രോവൽ സിംറ്റത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞേ. മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൈ കാലം പറിക്കും. അതിലും വലിയ ലഹരിയാണെങ്കിൽ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം, അതിലും വലിയ ലഹരിയാണെങ്കിൽ ഈ കയ്യും കാലം പറിക്കലും ദേഷ്യം വരലും എല്ലാം ഉണ്ടാവുക, ഭ്രാന്ത് വരും. ചിലപ്പോ കയ്യിൽ കിട്ടുന്ന ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്ലാസ് നിലത്ത് അടിച്ച് പൊട്ടിച്ചിട്ട് ആ ഗ്ലാസിന്റെ ആ ചില്ലെടുത്തിട്ട് ആ ഷാർപ്പായ എൻഡ് കൊണ്ട് ശരീരം മൊത്തം മുറിച്ച് സ്വന്തം ശരീരം മുറിക്കും. ബ്ലേഡ് എടുത്തിട്ട് സ്വന്തം ശരീരം മുറിക്കും, കൈത്തണ്ടയിലും ശരീരത്തിലും വരിഞ്ഞിടും. എന്നിട്ട് ആ രക്തം ഒഴുകുമ്പോൾ ആ രക്തം ആ വേദനയും കൂടി അതിലൂടെ സുഖം കണ്ടെത്തും. ഭ്രാന്ത് വരും. ഇവരെ ഞങ്ങള് ലോക്കപ്പിൽ കൊണ്ടുപോയി ഇട്ടു. പിറ്റേ ദിവസം നേരത്തെ പിടിച്ചുകൊണ്ട ആളില്ലേ, ഇവിടെ സ്റ്റിച്ച് ചെയ്ത ആളെ, പിറ്റേ ദിവസം രാവിലെ അവനെ വടകര കോടതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഓഫീസിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ റെയിൽവേയുടെ ഓവർബ്രിഡ്ജ് കാണുമല്ലോ, അതിലൂടെ കുറെ ആൾക്കാർ ഇങ്ങനെ നടന്നു വരുന്ന ഇവങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അവന്റെ ഉമ്മ അവനെ അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞിട്ട് ഉമ്മ ഇത് അറിഞ്ഞിട്ട് കയറി വരികയാണ്. അപ്പൊ ആ ഓവർബ്രിഡ്ജിന്റെ മുകളിൽ വന്നപ്പോഴേ ഇവന് മനസ്സിലായി അവന്റെ ഉമ്മയെ വരണമെന്നുള്ളത്. അതിൽ അവൻ ഞങ്ങൾ വിളിച്ചു, സാറേ എന്റെ ഉമ്മ വരുന്നു സാറേ എന്ന് പറഞ്ഞു. ഉമ്മ വരട്ടെ, എന്താ ഉമ്മ വരട്ടെ? അതല്ല സാറേ, എന്റെ ഉമ്മ വരുമ്പോഴേ ഞാൻ ഈ ജയിലിനകത്ത് കിടക്കുന്നത് എന്റെ ഉമ്മ കാണണ്ട, ഈ ലോക്കപ്പിനകത്ത് കിടക്കുന്നത് എന്റെ ഉമ്മ കാണണ്ട, എന്റെ ഉമ്മാക്ക് വല്ലാത്ത സങ്കടമാവും. ഞങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മ കാണട്ടെ, നിന്റെ ഉമ്മ തന്നെയാണ് കാണേണ്ടത്. അപ്പൊ അവൻ പറഞ്ഞു, സാറേ അങ്ങനെ പറയില്ല സാറേ, എനിക്ക് ഈ ലോകത്ത് എന്റെ ഉമ്മ മാത്രമേ ഉള്ളൂ, എന്റെ ഉമ്മാനെ നിങ്ങൾ സങ്കടപ്പെടുത്തല്ലേ, ഞാൻ ചെയ്ത തെറ്റിന് എന്റെ ഉമ്മാനെ നിങ്ങൾ സങ്കടപ്പെടുത്തല്ലേ, നിങ്ങളെ കാല് പിടിക്കാൻ ഞാൻ ഓടിപ്പോവില്ല, നിങ്ങളെ പറ്റിച്ച് ഓടിപ്പോവില്ല, ഈ ലോകപ്പ് ഒന്ന് തുറന്നതാ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ തുറന്നു കൊടുത്തപ്പോ നമ്മുടെ കുഞ്ഞു മക്കള് ഇന്നിപ്പോ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഈ സമ്മാനമൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ ചെല്ലുമ്പോ ചിലപ്പോ ഉമ്മ വന്നിട്ടുണ്ടോന്ന് അറിയില്ല, അവിടെ ചെല്ലുമ്പോ ഈ സമ്മാനം ചെല്ലുമ്പോ ഉമ്മ ഓടി വന്നിട്ട് കെട്ടി പിടിക്കും. ഉമ്മാന്റെ കഥയ്ക്ക് ചാടി കയറും, ഉമ്മ അതാ എനിക്ക് ബെൽറ്റ് കിട്ടി, ഇതാ യെല്ലോ ബെൽറ്റ് കിട്ടി എന്ന് പറയുമ്പോ ഉമ്മ ഒരു ചുംബനം തരും, മുത്തം തരും, അല്ലേ കുഞ്ഞു മക്കള്. അതേപോലെ 22 വയസ്സുള്ള യുവാവ് ഈ ഉമ്മയെ കണ്ടപ്പോ ഓടി ചെന്നിട്ട് കൊച്ചു കുട്ടികളെ പോലെ കെട്ടിപ്പിടിക്കുകയാണ്, എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, ഉമ്മ ഞാൻ എന്താണ് ചെയ്യേണ്ട ഉമ്മ, ഈ നശിച്ച മരുന്നിന് ഞാൻ അടിമപ്പെട്ടു പോയി, എനിക്കിതില്ലാതെ ജീവിക്കാൻ വയ്യ, നമുക്ക് മരിക്കുമ്മ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് എന്റെ സങ്കടം വേറെ ആരോടും പറയാനില്ല, നമുക്ക് മരിക്കുമ്മ. ഒരു ഉമ്മയും മകനും തമ്മിലുള്ള നിസ്സഹായാവസ്ഥ ഞങ്ങൾ കാണുകയാണ്. അതിനിടയിൽ അവൻ പറഞ്ഞു, നമുക്ക് മരിക്കുമ്മ, നമ്മുടെ ഇക്കാക്കയോ പോയി ഞാനിപ്പോ ഇതിൽ അടിമപ്പെട്ടല്ലോ എന്നൊരു വാക്ക് അവൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്തോ ഇക്കാക്കയുടെ കാര്യം പറഞ്ഞല്ലോ. ആ കഥ ചിലപ്പോ നിങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കാം. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു അജ്ഞാത ശവശരീരം കണ്ടപ്പോൾ പത്രത്തിലൊക്കെ വന്നതാ. അമിതമായ തോതിൽ മയക്കുമരുന്ന് അടിച്ച് മരിച്ചു കിടന്ന ഒരാള് പോലീസ് വന്ന് ഇൻക്വസ്റ്റ് നടത്തുകയാണ്. മരിച്ച ആളെടുത്ത് നോക്കുമ്പോൾ ചുരുണ്ട് കിടക്കുകയാണ്. അപ്പൊ ഈ മുടിയിഴയിലൂടെ ഒക്കെ വിരലൊടിച്ച് പരിശോധിക്കും, എല്ലാം മുറിവ് പറ്റിയിട്ടുണ്ടോ, ആരെയും അടിച്ചു കൊന്നിട്ട് കൊണ്ടിട്ടതാണോ, അവന്റെ ശരീരം മൊത്തം പരിശോധിക്കുമ്പോൾ കണ്ട കാര്യം എന്താ അറിയോ, അവന്റെ ശരീരം മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലേഡ് കൊണ്ട് ഈ കുപ്പിച്ചില്ല് കൊണ്ട് മുറിച്ചിട്ടിരിക്കുന്നു. ഇതുപോലെ
മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടാതെ വരുമ്പോൾ ഭ്രാന്ത് വന്നിട്ട് മുറിച്ചിട്ടിരിക്കുകയാണ്. ഉണങ്ങിയതും ഉണങ്ങാത്തതുമായ പുതിയതും പഴയതുമായ ഒരുപാട് മുറിവുകൾ. പിന്നെ കണ്ട പ്രത്യേകത എന്താ അറിയോ? ഈ ജോയിന്റ്സിലൊക്കെ ഈ സിറിഞ്ച് അടിച്ച് കയറ്റിയിട്ട് പല സ്ഥലത്തും ഇവിടെ കുത്തി ഈ ഡോട്ട്സ്, സിറിഞ്ച് അടിച്ച ഡോട്ട്സ്. അവസാനം ഈ ഞരമ്പ് കിട്ടാതെ വരും. എത്ര മുറുക്കി കിട്ടിയാലും ഞരമ്പ് പുറത്തേക്ക് വരില്ല. പക്ഷെ ഞരമ്പ് കിട്ടിയാലേ ഇത് അടിച്ചു കയറ്റാൻ പറ്റൂ ഈ മയക്കുമരുന്ന്. ആ ഞരമ്പ് കിട്ടാതെ വന്നപ്പോ അവസാനത്തെ ഡോസ് ആ മയക്കുമരുന്ന് അവന്റെ ജനനേന്ദ്രിയത്തിൽ, അവന്റെ മൂത്രക്കൊടിയിൽ അടിച്ചു കയറ്റുകയാണ്. ഒരു ഞരമ്പ് അവിടെ മാത്രമേ ബാക്കിയുള്ളൂ, അതിലടിച്ചു കയറ്റുകയാണ്. ആ നിമിഷം അവൻ മരിച്ചുപോയി. ആ മരിച്ചു കിടന്ന്, ഇത് കേട്ടോളൂ, രക്ഷിതാക്കൾ കൂടിയാണ് കേൾക്കുന്നത്, ഇവർക്ക് അത് പറഞ്ഞ ബോധം വരുന്ന സമയമായിട്ടില്ല. ആ മരിച്ചു കിടന്ന യുവാവിന്റെ നേരെ അനിയനെയാണ് ഞങ്ങൾ ഈ പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ആ ഉമ്മയുടെ മൂത്ത മകൻ മരിച്ചിട്ട് 62 ദിവസമേ ആയിട്ടുള്ളൂ. ഇതേ മയക്കുമരുന്ന് കുത്തിവെച്ച് മരിച്ചിട്ട് 62 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് രണ്ടാമത്തെ മകനെ അതേ കേസിൽ ഞങ്ങൾ പിടിച്ചുകൊണ്ടുവരുന്നത്. ആ മൂത്ത മകൻ മരിച്ച സമയത്ത് ആ കബറടക്കം കഴിഞ്ഞ് എല്ലാവരും മടങ്ങിപ്പോയി. രാത്രിയില് ഈ ഉമ്മയും മക്കളും മാത്രമായപ്പോ ഈ ഉമ്മയും മക്കളും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഈ മകൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നമ്മുടെ ഇക്കാക്ക പോയില്ലേ, നമ്മുടെ ഇക്കാക്ക മരിച്ചില്ല ഉമ്മ, എന്താ ചെയ്യാ? ആ നശിച്ച മരുന്ന് കുത്തിവെച്ചിട്ടാണ് നമ്മുടെ ഇക്കാക്ക മരിച്ചേ. ആ നശിച്ച മരുന്ന് ഇനി എന്റെ കൈ കൊണ്ട് ഞാൻ തൊടൂലമ്മ. എന്റെ ഉമ്മാന്റെ നെറുകയിൽ കൈവച്ച്, എന്റെ അമ്മയുടെ നെറുകയിൽ കൈവച്ച് ഞാൻ സത്യം ചെയ്യാണ്, ഇനി മേലാൽ ആ മരുന്ന് എന്റെ കൈ കൊണ്ട് ഞാൻ തൊടില്ല, ഒരു ലഹരിയും ഞാൻ ഉപയോഗിക്കില്ല എന്ന് ഉമ്മയുടെ നെറുകയിൽ കൈവച്ച് സത്യം ചെയ്തതാണ്. പക്ഷേ ആ സത്യത്തിന് ഒരാഴ്ചത്തെ ആയുസേ ഉണ്ടായുള്ളൂ. അപ്പോഴേക്ക് വീണ്ടും അവൻ ഉപയോഗിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് മക്കളെ പറഞ്ഞത്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് തരുന്ന ഒരു കാര്യവും നമ്മൾ സ്വീകരിക്കരുത്. നമുക്കത് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് എൻ്റെ അമ്മ വാങ്ങിത്തരും, എൻ്റെ ഉമ്മ വാങ്ങിത്തരും, ഉപ്പ വാങ്ങിത്തരും, എൻ്റെ അച്ഛൻ വാങ്ങിത്തരും എന്ന് ധൈര്യമായിട്ട് പറയണം. പറയില്ലേ? അത് പറയണം. കാരണം നമ്മുടെ ചുറ്റുപാടുകൾ അത്രയ്ക്ക് നല്ലതല്ല. അതുകൊണ്ടാണ് മുരുകൻ കാട്ടാക്കട സാറ് പറഞ്ഞത്. ആ കവിത പാടിയിട്ട് ഞാൻ അവസാനിപ്പിക്കും. മുരുകൻ കാട്ടാക്കട കേട്ടിട്ടുണ്ടോ? പ്രശസ്തനായ ഒരു കവിയാണ് മുരുകൻ കാട്ടാക്കട. അദ്ദേഹം തിരുവനന്തപുരം കാട്ടാക്കടക്കാരനാണ്. അദ്ദേഹം പാടിയിട്ടുണ്ട് നെല്ലിക്ക എന്ന് പറഞ്ഞൊരു കവിത. നെല്ലിക്ക എന്താന്ന് അറിയാലേ? നെല്ലിക്ക കവിത ആണ്, കേട്ടോളൂ. ഇതാണ്: നന്മകൾക്ക് നിറം കെടുന്നൊരു കാലമെന്നുണ്ണീ, തിന്മകൾക്ക് നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. നന്മകൾക്ക് നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്ക് നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നലെന്നുണ്ണി, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നലെന്നുണ്ണി. പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ, ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ, ചിറകുവെന്തു കരിഞ്ഞു മണ്ണിൽ അടിഞ്ഞിടാതുണ്ണി. അങ്ങനെ ഒരു കവിതയുണ്ട്. ആ കവിതയുടെ അവസാനത്തെ വരികള് ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കൾ കേൾക്കാൻ വേണ്ടി ഞാൻ 4 വരി പാടാം. അത് മക്കൾക്ക് കേൾക്കാനല്ല. ഇതിന്റെ അവസാനത്തെ വരികൾ എന്താണെന്ന് അറിയോ? അച്ഛനാരെന്നറിയാതെ അമ്മമാർ മാറി. ഇത് കേൾക്കാനല്ലത്. അച്ഛനാരെന്നറിയാതെ അമ്മമാർ മാറി, അമ്മ ആരെന്നറിയാതെ ആങ്ങള മാറി, പെങ്ങളാരെന്നറിയാതെ പൊരുളുകൾ മാറി, പെങ്ങളാരെന്നറിയാതെ പൊരുളുകൾ മാറി. സ്വന്തം അച്ഛനെ പേടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്ന പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചില വീട്ടമ്മമാര് അമ്മമാര് വന്നിട്ട് അടുത്ത വീട്ടിൽ ചെന്ന് ചോദിക്കുകയാണ്, എൻ്റെ മക്കളെ ഇന്ന് രാത്രി ഇവിടെ നിർത്തിക്കോട്ടെ. അപ്പൊ അവർ ചോദിക്കുക, നിങ്ങളുടെ വീട്ടിൽ എന്താ കുഴപ്പം? അത് അവർ പറയില്ല. അടുത്ത ആഴ്ച വീട്ടിൽ കൊണ്ടുവരും. ഈ മക്കളെ ഇന്നുകൂടി ഒന്നുകൂടെ നിർത്തിക്കോട്ടെ, രാവിലെ കൊണ്ടുപോയിക്കോളാം. അപ്പൊ അവർ ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ എന്താ കുഴപ്പം? കുത്തി ചോദിച്ചപ്പോ പറയാണ്, ഇന്ന് കുട്ടികളുടെ അച്ഛൻ വരുന്നുണ്ട്, അയാൾ വരുന്ന ദിവസമാണ് ഈ 2 മക്കളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കണേ. ആ മനുഷ്യൻ ആ വീട്ടിനകത്ത് ഉണ്ടാകുമ്പോൾ പ്രായപൂർത്തിയായ ഈ 2 പെൺമക്കളെ അയാളെ മുന്നിൽ നിർത്തി കൊടുക്കാൻ എനിക്ക് ധൈര്യമില്ല എന്ന് പറയുന്ന
ഗതികെട്ട അമ്മമാര് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. തിരിച്ചറിവ് നഷ്ടപ്പെടുന്നു. ആ തിരിച്ചറിവ് നഷ്ടപ്പെടാൻ നമ്മുടെ മക്കളെ നമുക്ക് വിടാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മക്കൾ വളർന്നു വരുന്ന പ്രായത്തിലൊക്കെ അമ്മമാര്, പ്രത്യേകിച്ച് ഞാൻ അച്ഛന്മാർക്ക് അതിൽ റോൾ ഇല്ലാന്നല്ല പറയണേ, പ്രത്യേകിച്ച് അമ്മമാർക്കും വലിയ റോൾ അതിലുണ്ട്. അവരുടെ മനസ്സിലേക്ക് നന്മ നല്ല വഴി പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക്. അത് നിങ്ങൾ അരുതെന്ന് പറയുന്നത് വേണ്ട കേട്ടോ. ഈ മക്കൾ ഈ പ്രായത്തിലൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. കുറച്ച് കഴിഞ്ഞാല് അരുത് എന്ന് പറഞ്ഞാല് അത് പോവരുത്, അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതെന്താ ചെയ്ത എന്നൊരു ചോദ്യം അവര് അറിയാതെ അവരുടെ മനസ്സിൽ ചോദിക്കും. കൗമാരപ്രായത്തിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് അരുത് എന്ന് പറയല്ല, ഇതിന്റെ ദോഷങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ആ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ മനസ്സ് സ്വയം പറയും എനിക്കത് വേണ്ട എന്ന് പറയും. അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കണം, ഇങ്ങോട്ട് പറയിപ്പിക്കണം അരുത് എന്ന്. അങ്ങനെ പറയിപ്പിക്കാനേ സാധിക്കും. അല്ലാതെ ഈ പ്രായം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഒരു 10 വയസ്സിന് താഴെയുള്ള മക്കളാണ് കൂടുതലുള്ളത് അല്ലേ. ഈ പ്രായത്തിലുള്ളവരൊക്കെ അല്ലെ, ഈ പ്രായത്തിലൊക്കെ കിട്ടും. സ്കൂൾ വിട്ട് വരുമ്പോ ഒരു ഗ്ലാസ് ചായ അമ്മ ഉണ്ടാക്കി കൊടുത്താൽ, ഉമ്മ ഉണ്ടാക്കി കൊടുത്താല് ആ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ മോളുടെ കയ്യിൽ നിന്ന് വീട് പൊട്ടി, ആ ഗ്ലാസ് വീട് പൊട്ടി, എന്തുണ്ടാവും? ഈ പ്രായത്തിലെ ഗ്ലാസ് വീട് പൊട്ടി ഉമ്മ രൂക്ഷമായിട്ട് നോക്കൂലേ, കണ്ണു തുറച്ച് നോക്കും. മോളവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് കാലും ഇങ്ങനെ അങ്ങോട്ടാക്കി ഉമ്മ പൊട്ടിയല്ലേട്ടാ, ഗ്ലാസ് പൊട്ടി എന്ന് പറയും. പക്ഷെ ഈ പ്രായം കഴിഞ്ഞ് ഒരു 12, 13, 14 വയസ്സാകുമ്പോൾ ഇതേ സംഭവം ഉണ്ടായെന്ന് വിചാരിക്കുക. ഗ്ലാസ് വീട് പൊട്ടി, അമ്മ അന്നും ഇന്നും ഒരേപോലെയാണ്. ഒന്ന് തുറച്ചു നോക്കും, എൻ്റെ കയ്യിൽ എല്ലില്ലേ എന്നൊരു ചോദ്യം കൂടി ചോദിക്കും. പക്ഷെ മക്കള് അവിടെ കരഞ്ഞുകൊണ്ട് ഉമ്മ പൊട്ടി എന്ന് പറഞ്ഞ് നമ്മുടെ മുഖത്ത് നോക്കി പേടിച്ച് കരയല്ല ചെയ്യുക. നോക്കുമ്പോ 2 സ്റ്റെപ്പ് മുന്നോട്ട് നിന്നിട്ട് ചോദിക്കും, അതെന്താ ഉമ്മ നോക്കണേ, എന്താ നോക്കണേ? ഗ്ലാസ് ആവുമ്പോൾ വീണ്ടും പൊട്ടും, ഉമ്മാന്റെ കയ്യിൽ ഗ്ലാസ് വീണ്ടും പൊട്ടിട്ടൊന്നില്ലേ എന്നൊരു ചോദ്യം കൂടി ചോദിക്കും. അത് അവരുടെ പ്രായത്തിന്റെ പ്രത്യേകതയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ആ പ്രായത്തിലേക്ക് കടക്കാൻ പോകണം അവര്. അതുകൊണ്ട് അവരോട് അരുത് എന്ന് പറയണ്ട, ചെയ്യരുതിട്ടാ, പോകരുതിട്ടാ, ചെയ്യരുതിട്ടാ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കരുത്. അതിന്റെ ദോഷങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവരിങ്ങോട്ട് പറയും ഞങ്ങൾക്കത് വേണ്ട. എൻ്റെ ഭാര്യ വർക്ക് ചെയ്യുന്ന സ്കൂളില് കഴിഞ്ഞ ജൂൺ 26 ലഹരി വിരുദ്ധ ദിനത്തിന് അവർ പറഞ്ഞു, 5ാം ക്ലാസ്സിലാണ്, അവർ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു പോസ്റ്റർ തരണം എന്ന് പറഞ്ഞ് കുറച്ച് ക്യാൻസർ തോന്നുന്ന ചിത്രങ്ങളുള്ള ഒരു പഴയ പോസ്റ്റർ ഉണ്ടായിരുന്നു. അവർ നേരത്തെ തന്നെ പോയിട്ട് സ്കൂളിൽ കൊണ്ടുപോയി കെട്ടി, 5ാം ക്ലാസ്സിൽ കൊണ്ടുപോയി കെട്ടി. അപ്പോൾ കുട്ടികൾ വരുമ്പോഴേ ഇത് കണ്ടപ്പോൾ അങ്ങനെ ഇതെന്താ പഠിച്ചത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പേടിച്ചിട്ട്. എന്താ ചിത്രം? ഈ മനുഷ്യന്മാരുടെ മുഖത്ത് വികൃതമായിട്ടേ. അപ്പോൾ ടീച്ചർ വന്നപ്പോൾ ചോദിച്ചു, ടീച്ചറെ ഇതെന്തെങ്ങനെ? അപ്പോൾ ടീച്ചർ പറഞ്ഞു, നിങ്ങൾ കാണാറില്ലേ പോണ വഴിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ സിഗരറ്റൊക്കെ വെച്ച് ആൾക്കാർ നിൽക്കുന്നത് കാണാറില്ലേ? ചിലവരിങ്ങനെ ചുണ്ടിനകത്ത് എന്തോ വെക്കുന്നത് കാണാറില്ലേ? അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടായതാണിത് എന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾ തൊടുവില്ലാട്ടാ, ഇനിയല്ല ഞങ്ങളത് തൊടുകയില്ല എന്ന് അവരിങ്ങോട്ട് പറഞ്ഞു. അങ്ങോട്ട് പറയിപ്പിക്കണം. അങ്ങനെ നമ്മുടെ മക്കളെ പറയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇവരെ ഇതുപോലെയുള്ള ആയോധനകല പഠിച്ച് വളർന്ന് നല്ല ആരോഗ്യത്തോടെ വളരുമ്പോൾ ആ ആരോഗ്യത്തെ തകർക്കുന്ന മറ്റുള്ള മേഖലകളിലേക്ക് പോവാതെ തടയിടാനുള്ള ബാധ്യത കൂടി നമുക്കുണ്ട്. അതിന് നല്ല തെളിഞ്ഞ മനസ്സോടെ മനോഹരമായ മനസ്സിന്റെ ഉടമകളായിട്ട് അവരെ വളർത്താൻ നമുക്ക് സാധിക്കട്ടെ. അത്രമാത്രം ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. ഈ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ച റോബുക്ക കഴിഞ്ഞ പ്രാവശ്യക്ക് വരാൻ പറ്റിയില്ല. എന്തായാലും വലിയ സന്തോഷത്തോടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവിധ നന്ദി രേഖപ്പെടുത്തണു. ഈ മിടുക്കന്മാരും മിടുക്കികൾക്കും വലിയ വലിയ സ്ഥാനങ്ങൾ എത്തട്ടെ. ഭാവിയില് അങ്കിള് റിട്ടയർമെന്റ് പോകും, എന്നാലും നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു ക്യാബിനകത്തേക്ക് കയറി വന്നിട്ട് ഇങ്ങനെ സെല്യൂട്ട് ചെയ്യാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി തരണം കേട്ടോ. ഓക്കെ.